നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും നിർണായക സമയത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ വിനി ജൂനിയർ പെനാൽറ്റിയിൽ നിന്നും മാറി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ വാർത്ത പടച്ചുവിടുന്നുണ്ട്. എന്നാൽ താൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നതല്ല, താൻ പെനാൽറ്റി എടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കോച്ചിങ് സ്റ്റാഫ് നേരത്തെ തന്നെ തീരുമാനിച്ചാണ് ബ്രൂണോ ഗുയിമാരസ് ആണ് ഈ കളിയിൽ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ എന്ന്. അതെല്ലാ കളിക്ക് മുമ്പും അങ്ങനെയുള്ള തീരുമാനങ്ങൾ പറയാറുണ്ട്. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പെനാൽറ്റി എടുക്കാതിരുന്നത് എന്ന് വിനി ജൂനിയർ വ്യക്തമാക്കി. എന്തുകൊണ്ട് വിനിയെ പെനാൽറ്റി എടുപ്പിച്ചില്ല? ആ കാര്യത്തിൽ ഒരു വിശദീകരണം കാർലോ അഞ്ചലോട്ടി നൽകുന്നുണ്ട്. വിനി ഒരു ഫിഫ്ത്ത് പെനാൽറ്റി ടേക്കർ മാത്രമാണ്. മറ്റു കുറേ പേരുണ്ടായിരുന്നു വിനിക്ക് മുമ്പ് പെനാൽറ്റി എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്ത് ബ്രൂണോ ഗുയിമാരസിനെ കൊണ്ട് പെനാൽറ്റി എടുപ്പിച്ചത് എന്നാണ് ആഞ്ചലോട്ടിയുടെ വിശദീകരണം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. ആഞ്ചലോട്ടി പറയുന്നത് എങ്ങനെയാണ്: ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ കമ്പയർ ചെയ്തു. ഞങ്ങളുടെ സ്ക്വാഡിലുള്ള താരങ്ങളുടെ കാര്യങ്ങളും പെനാൽറ്റിയുടെ കണക്കുകളൊക്കെ ഞങ്ങൾ കമ്പയർ ചെയ്തു. അതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ദേശീയ ടീമിൽ പെനാൽറ്റി എടുക്കാൻ പറ്റിയത് റാഫീഞ്ഞ ആയിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി കളിക്കളത്തിൽ ഇല്ലാതിരുന്ന താരങ്ങളുടെ കാര്യത്തിൽ നെയ്മർ തന്നെയാണ് ബെസ്റ്റ്. ദെൻ ഇഗോർ തിയാഗോ, ദെൻ ബ്രൂണോ ഗുയിമാരസ്, അങ്ങനെയാണ് വന്നത്. അതിനുശേഷം ബ്രൂണോ ഗുയിമാരസിൻ്റെ ശേഷം വരുന്നത് ഗബ്രിയൽ മാർട്ടിനെല്ലിയാണ്. അപ്പോൾ അതിനുശേഷം മാത്രമാണ് വിനി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് റാഫീഞ്ഞയാണ് ഫസ്റ്റ്, ദെൻ നെയ്മർ ജൂനിയർ. നെയ്മർ പിന്നെ പരിക്കുന്ന ഈ കഴിഞ്ഞൊരു വർഷം കളിച്ചിട്ടില്ലല്ലോ, അതാണ് കളിക്കളത്തിൽ പുറത്ത് നിന്നവർ എന്ന് പറഞ്ഞത്. അപ്പോൾ നെയ്മർ ജൂനിയർ, ഇഗോർ തിയാഗോ, ബ്രൂണോ ഗുയിമാരസ്, മാർട്ടിനെല്ലി, ഇവരൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് വിനിക്ക് സാധ്യതയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്: ഞങ്ങൾ ബ്രൂണോ ഗുയിമാരസിനെ തിരഞ്ഞെടുത്തു കാരണം ഞങ്ങൾ വിചാരിച്ചത് കളിക്കളത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും ബെസ്റ്റ് ബ്രൂണോ ഗുയിമാരസ് ആണ് എന്നാണ്. ഇത് നേരത്തെ എടുത്ത തീരുമാനമാണ്. എല്ലാ മത്സരങ്ങളിലും ഇങ്ങനെയാണ്. ഞങ്ങളെല്ലായ്പ്പോഴും പ്രീ മാച്ച് ടോക്കിൽ കാര്യങ്ങൾ തീരുമാനിക്കും. ദെൻ താരങ്ങളോട് ആരാണ് പെനാൽറ്റി എടുക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുത്തത് കോച്ചിങ് സ്റ്റാഫാണ്. ബ്രൂണോ ഗുയിമാരസ് ആണ് പെനാൽറ്റി എടുക്കേണ്ടത് എന്നുള്ളത്. അതിനുശേഷം ഇഫ് പെനാൽറ്റീസ് ആർ മിസ്ഡ്, സ്വാഭാവികമായിട്ടും ഫുട്ബോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇന്നത്തെ ദിവസം അത്തരത്തിൽ ഒന്ന് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ മറ്റ് വിവാദങ്ങളില്ല എന്നാണ് ആഞ്ചലോട്ടിയുടെ ഒരു വിശദീകരണം. എന്തായാലും വല്ലാത്തൊരു തീരുമാനമായി പോയി. അവിടെ വിനി ജൂനിയറെ പോലെയുള്ള, അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ടുള്ള മാത്യൂസ് കുഞ്ഞയെ പോലെയുള്ളവരൊക്കെ അവിടെ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു പെനാൽറ്റി എടുപ്പിച്ച്, കാരണം ഗബ്രിയൽ മാർട്ടിനെല്ലിയെ കൊണ്ടുപോലും പെനാൽറ്റി എടുപ്പിക്കാൻ പറ്റും. അദ്ദേഹം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലടക്കം ഒടുവിൽ പെനാൽറ്റി ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ബ്രൂണോ ഗുയിമാരസിനെ കൊണ്ട് എടുപ്പിച്ച് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇതിൽ വിനി ജൂനിയർ ഭയന്ന് പിൻവാങ്ങിയതല്ല, അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ പിൻവാങ്ങിയതല്ല, മറിച്ച് അത് കോച്ചിങ് സ്റ്റാഫിന് തീരുമാനമായിരുന്നു വിനി എടുക്കേണ്ട എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.